പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എക്സിബിഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാക്കി കൊടുക്കുന്ന ഒരു അസുഖം, അതാണ് എക്സിബിഷനിസം. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രദർശനം. എക്സിബിഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദർശനോത്സുകത, അതായത് അങ്ങനെ ഒരു ത്വര മനസ്സിലുണ്ടാകുക, മറ്റുള്ളവർക്ക് നമ്മുടെ നഗ്നത കാണിച്ചു കൊടുക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം, ഈ അടുത്ത കാലത്ത് മലയാളത്തിലെ ഒരു നടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെൺകുട്ടികൾക്ക് മുമ്പിൽ തൻ്റെ നഗ്നത അയാൾ വെളിവാക്കി എന്നതാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ആളുകൾക്ക് ചെയ്തതുകൊണ്ട് എന്താണ് അവർക്കൊരു മനസ്സുഖം കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാനസിക രോഗത്തിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റിയ ഒരു അസുഖമാണത്. ചികിത്സിച്ച് പരമാവധി ഒരു പരിധിവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖവുമാണ്. നമുക്കറിയാം, നാച്ചുറലിന് എതിരായിക്കൊണ്ട്, അതായത് പ്രകൃതിദത്തമായ വൈകാരികതകൾക്ക് എതിരായിക്കൊണ്ട് പല ആളുകൾക്കും പല വികാരങ്ങളും ഉണ്ടാവാറുണ്ട്. അതായത് പ്രകൃതിദത്തം എന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തോന്നുന്ന വികാരം. അതുകൂടാതെ സ്വവർഗരതി, അതുപോലെ തന്നെ മറ്റു പല ജെൻഡർ ഐഡൻറ്റിറ്റി തിരിയാതിരിക്കുക, മറ്റ് ജെൻഡറിലേക്കുള്ള തോന്നൽ, അങ്ങനെ പല വിധത്തിലും മനുഷ്യ മനസ്സുകൾ പല വിധത്തിലും ആണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ചിന്താഗതികളും പല രൂപത്തിലാണ്, മാനസികമായ പ്രശ്നങ്ങളും പല രൂപത്തിലാണ്. അതിൽപ്പെട്ട ഒരു മാനസിക അസുഖത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റിയ ഒരു അസുഖമാണ് ഈ പ്രദർശനോത്സുകത എന്ന് പറയുന്ന എക്സിബിഷനിസം. അങ്ങനെയുള്ള ആളുകൾക്ക് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പബ്ലിക്കായ സ്ഥലങ്ങളിലൊക്കെ അവർ തങ്ങളുടെ നഗ്നത കൂടുതലായിട്ടും എതിർ ജെൻഡറുകളിൽപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ, കൂടുതലും ആയിട്ടും ഈ അസുഖം കണ്ടുവരുന്നത് ആണുങ്ങൾക്കാണ്. ഞരമ്പിൻ്റെ രോഗമാണെന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പെട്ടെന്ന് 1 സെക്കൻഡോ അല്ലെങ്കിൽ 2 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ അവർ ഈ നഗ്നത തുറന്ന് കാട്ടിയിട്ട് അവർക്ക് ആ അല്ലെങ്കിൽ തങ്ങൾ ആരുടെ മുമ്പിലാണോ നഗ്നത വെളിവാക്കിയത് അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഭാവമാറ്റങ്ങൾ അല്ലെങ്കിൽ ആ പേടി, ഇതൊക്കെയാണ് അവർ ആ സമയത്ത് ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞു. പിന്നെ മറ്റൊരു സമയത്ത് വീണ്ടും അവരുടെ ഈ അസുഖം അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കിട്ടാതായി വന്നേക്കാം. ഇതിന് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ചികിത്സ തേടാവുന്നതാണ്. മനസ്സിനെ നിയന്ത്രിക്കാനും അതുപോലെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതേപോലെ ഹോർമോണ് കുറച്ച് കൊണ്ടുവരാനുള്ള ചികിത്സയും, അങ്ങനെ പല ചികിത്സകളും ഇതിൻ്റെ പേരിലുണ്ട്. കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സകൾ ഇതിന് ഫലപ്രദമായതാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നവരെല്ലാവരും ഈ രോഗത്തിൻ്റെ അടിമകളാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതിങ്ങനൊരു രോഗമുണ്ട്. ബാക്കിയുള്ളത് പല ആളുകളും, ചില ആളുകൾക്കൊക്കെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ പബ്ലിക് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആളുകൾ കൈകാര്യം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇത് അടക്കി വെക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. ഇത് അടക്കി വെക്കാൻ കഴിയാതെ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് 1-2 ആളുകളെ മാത്രം കിട്ടുമ്പോൾ ഈ അസുഖം പുറത്ത് ചാടുന്നവരും ഉണ്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു പ്രദർശനോത്സുകത എന്നൊരു അസുഖത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഏതായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.